നമസ്കാരം. ഇപ്പോൾ എല്ലാ സിനിമാ ആരാധകരുടെയും ചർച്ചാ വിഷയമാണ് മലയാളത്തിൽ നിന്നിറങ്ങിയ ഒരു കൊടൂര വയലൻസ് സിനിമ. അതിന്റെ പേരാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ സിനിമ മാർക്കോ. അതിഗംഭീര സംഘട്ടനങ്ങളിലൂടെയും കണ്ടാലറയ്ക്കുന്ന ചോരപ്പുഴയുടെയും പ്രവാഹമാണ് ഈ സിനിമ. മലയാളത്തിൽ ഇതുവരെ ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ചിത്രമാണ് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രം. എ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. കുടുംബ പ്രേക്ഷകരെയോ കുട്ടികളെയോ ലക്ഷ്യമിടുന്നതല്ല ഈ പടം എന്ന ഉണ്ണി മുകുന്ദൻ ഒരാളുടെ തല വെട്ടിക്കൊണ്ട് പുറത്തു വരുന്ന ആദ്യ ട്രെയിലറിൽ നിന്ന് തന്നെ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇത്തരം ആക്ഷൻ പടങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ, ചോര കണ്ടാൽ അറയ്ക്കുമെങ്കിൽ ഈ സിനിമയ്ക്ക് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ ചിത്രത്തിന്റെ അണിയറ ശില്പികൾക്ക് തങ്ങൾ ഏതുതരം പ്രേക്ഷകരെയാണോ ലക്ഷ്യമിട്ടത് അവരോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് പോലും ആ തരത്തിലായിരുന്നു. മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ വച്ച് ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമായി മാർക്കോ എന്ന് നിസ്സംശയം പറയാം. പ്രതികാരത്തിന്റെയും രക്തച്ചൊരിച്ചിലിന്റെയും ലോകത്തേക്കാണ് കാഴ്ചക്കാരെ ഹനീഫ് അദേനിയും ഉണ്ണി മുകുന്ദനും അടക്കം കൊണ്ടുപോകുന്നത് നമ്മളെ. ഓരോ സീനും കഴിയുമ്പോഴും ഇതിലും വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വലുത് അടുത്തത് തന്നിരിക്കും ഉണ്ണി മുകുന്ദന്റെ ആ ഒരു ആക്ഷനിലൂടെ. ഇതിലെ പല രീതിയിലുള്ള കൊലകൾ കണ്ടാൽ തലപെരുത്ത് പോകും. ആസിഡിൽ മുക്കിക്കൊല്ലുന്നു, കൈവെട്ടി സ്യൂട്ട് കേസിൽ അയക്കുന്നു, തലവെട്ടിയെടുക്കുന്നു, കത്തി കൊണ്ട് ശരീരം മുഴുവൻ കീറി കെട്ടിത്തൂക്കുന്നു, വായ വലിച്ചു കയറി പൊട്ടിച്ചു കൊല്ലുന്നു. അങ്ങനെ പോകുന്ന വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള വധങ്ങൾ. സിനിമയിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്ന അഡാട്ട് ജോർജിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് സിനിമ നടക്കുന്നത്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഗാങ് വാർ, അതിനുശേഷമുള്ള വയലൻസ്, അതിനുശേഷമുള്ള പ്രതികാരം, അതിനായി ഒരുക്കി വച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ, തിരക്കഥ മാറ്റി നിർത്തിയാൽ മാർക്കോയെ നമുക്ക് ഇത്തരത്തിൽ വിശേഷിപ്പിക്കാം. ഈ രംഗങ്ങളിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. സ്ലോ പേസിൽ തുടങ്ങി ഗിയർ മാറി ഇന്റർവെൽ എത്തുമ്പോൾ സിനിമ മൊത്തത്തിൽ അങ്ങ് സിനിമയുടെ ആ ഒരു ഭംഗിയിലേക്ക് എത്തുകയാണ്. ഇന്റർവെൽ തൊട്ട് സിനിമ തീരുന്നത് വരെ പിന്നീടൊരു പോക്കാണ്. പതിവ് തട്ടിക്കൊണ്ടു പോകലും വിലപേശലുമൊക്കെ ചിത്രത്തിലുണ്ട്. ഇവിടെയൊക്കെ സ്ക്രിപ്റ്റിന്റെ വീക്ക്നെസ് ഡയറക്ടർ മറികടക്കുന്നത് സ്റ്റൈലിഷ് മേക്കിങ്ങിലൂടെയാണ്. ചന്ദ്രു സെൽവരാജിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതുണ്ട്. KGF സംഗീത സംവിധായകൻ രവി ബസ്രൂറിന്റെ പശ്ചാത്തല സംഗീതവും ഒരു കണക്കിന് ഇതിൽ മികച്ചു നിൽക്കുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ ഇമേജ് ബ്രേക്കിംഗ് മൂവിയാണ് ഈ ചിത്രം. മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം സൽഗുണ സമ്പന്നനായ ദൈവിക ഭാവമുള്ള നായകൻ എന്ന ഇമേജിൽ നിന്ന് കുതറിച്ചാടി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്ന ഒരു നടനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉണ്ണി കായികമായും മാനസികമായും ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട് എന്ന ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തം. നടൻ ജഗദീഷും ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. തന്റെ കരിയറിൽ ജഗദീഷ് എന്ന നടൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് മാർക്കോയിലെ ടോണി എന്ന വില്ലൻ എന്നാണ് സിനിമാ നിരീക്ഷകർ പറയുന്നത്. സമീപകാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ജഗദീഷ് മാർക്കോയിലും പിന്തുടർന്നിട്ടുണ്ട്. ഗോൾ സിൻഡിക്കേറ്റ് അംഗമായ പ്രതിനായക വേഷം ഈ നടൻ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. പതിവ് പോലെ മികച്ചു നിൽക്കുന്നതാണ് സിദ്ദിഖിന്റെ റോളും. ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത ആരും തന്നെ ഈ സിനിമ മോശമാക്കിയിട്ടില്ല. പക്ഷേ ചിത്രത്തോടുള്ള പ്രധാന വിയോജിപ്പുകളിലൊന്ന് സ്ക്രിപ്റ്റിന്റെ ദൗർബല്യം തന്നെയാണ്. കുറച്ചുകൂടി ശക്തമായ തിരക്കഥ അർഹിച്ചിരുന്ന സിനിമയായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത്തരം സിനിമകൾ യുക്തിയുടെ വീക്ഷണത്തോടെ കാണാൻ പോയാൽ നിങ്ങൾക്കിത് ദഹിക്കില്ല. കോമൺ സെൻസോടെ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടില്ല. പോലീസും കോടതിയും നിയമവാഴ്ചയും ഒന്നുമില്ലാത്ത ഏതോ വെള്ളരിപ്പട്ടണത്തിലാണ് കഥ നടക്കുന്നത് എന്ന് തോന്നും വിധത്തിലാണ് സ്ക്രിപ്റ്റിന്റെ ഒരു രീതി തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങൾ, കണ്ടാലറയ്ക്കുന്ന വയലൻസ് രംഗങ്ങൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായി മാർക്കോയ്ക്ക് ടിക്കറ്റ് എടുക്കാം.